ഇന്ത്യക്ക് സെക്കൻഡ് ഇന്നിംഗ്സിൽ ജയിക്കാൻ 124 റൺസ് മതിയെന്ന് കരുതിയപ്പോൾ ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചാണെങ്കിലും അവരെങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കുമെന്ന് കരുതി. പക്ഷേ 93 റൺസിന് ഓൾ ഔട്ടായി. 30 റൺസിന്റെ തോൽവി ഇന്ത്യ ഏറ്റുവാങ്ങി. ബൗമ അദ്ദേഹം നല്ലൊരു ഇന്നിംഗ്സ് വളരെ ക്ഷമയോടുകൂടി ഏകദേശം 150ഓളം പന്തുകളിലാണ് അദ്ദേഹം 55 റൺസ് എടുത്തത്. നമ്മുടെ ഇന്ത്യൻ നിരയിൽ നോക്കുകയാണെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ ലാസ്റ്റ് വന്നിട്ട് ജഡേജയും വാഷിംഗ്ടണും കൂടെ എങ്ങനെയെങ്കിലും കളി ജയിപ്പിക്കുമെന്ന് കരുതി. പക്ഷേ കളി ജയിച്ചില്ല. നമ്മളെ അക്സർ വന്നിട്ട് 2 6ഉം 1 4 ഒക്കെ ഇട്ടു. എങ്കിലും അപ്പോഴത്തേക്കും വിക്കറ്റൊക്കെ പോയി. ഇന്ത്യക്ക് തോൽവി ഏറ്റെടുക്കേണ്ടി വന്നു. ബാറ്റിംഗ് ദുഷ്കരമാണെന്ന് നമുക്കറിയാം. ഈ പിച്ചിൽ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞതാണ്. ഇനിയും ഇന്ത്യ കൂടുതൽ പരീക്ഷണങ്ങളൊന്നും എടുക്കാതെ വൺ ഡൗണിൽ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ വൺ ഡൗണിൽ ഇറങ്ങാൻ വേണ്ടി നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻ ഇല്ല. പണ്ടൊക്കെ ആണെങ്കിൽ VVS ലക്ഷ്മണും ദ്രാവിഡും പൂജാരയൊക്കെ കളിക്കുന്ന ആ ഒരു റോളിൽ കളിക്കാൻ പറ്റിയ ഒരാൾ വൺ ഡൗണിൽ ഇല്ല എന്ന് തന്നെ പറയാം. വാഷിംഗ്ടൺ സുന്ദർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഓൾറൗണ്ടറാണ്. അദ്ദേഹത്തെ ഇപ്പം ബോളും ചെയ്യിപ്പിക്കാറില്ല. അദ്ദേഹത്തിനെ ബാറ്റ്സ്മാനാക്കി വളർത്തിയെടുക്കുക എന്നുള്ളത് ഇപ്പോൾ ഉടനെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അദ്ദേഹം ഒരു പ്യുവർ ബാറ്റ്സ്മാൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആ ഒരു വൺ ഡൗണിൽ ഇറങ്ങാൻ ആരുമില്ല. പിന്നെ ഗില്ല് കളിക്കുന്നില്ല. ഗില്ല് ചിലപ്പോൾ കളിച്ചിരുന്നെങ്കിൽ ഇന്ത്യ ജയിച്ചേനെ എന്ന് തോന്നി. ഒരു പക്ഷേ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യക്ക് പിന്നെ ഒരുപാട് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സും ഉണ്ട്. അതുകൊണ്ടൊന്നും കളി തോൽക്കണം എന്നില്ല. എന്തോ ഇന്ത്യയുടെ ഭാഗ്യക്കുറവായിരിക്കാം. നമ്മൾ കാണുന്നവർക്കും നിരാശ ഉണ്ടാക്കി എന്ന് തന്നെ കരുതാം. അടുത്ത സെക്കൻഡ് ടെസ്റ്റിൽ ഈ ഒരു പരാജയത്തിന്റെ ക്ഷീണമൊക്കെ മാറി നല്ല ഉത്സാഹത്തോടെ കളിച്ച് ഇന്ത്യ ജയിച്ച് ഈ ഒരു ലെവൽ സീരീസ് 1-1 ആക്കും എന്ന് കരുതാം. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.